ഒന്നും പറയാനില്ല. നിഷ സാരംഗിന് ഒരു അവാർഡ് ഉറപ്പാണ്. അത്ര ഭംഗിയായി അഭിനയിക്കല്ലായിരുന്നു, ജീവിക്കായിരുന്നു. നിഷാമ്മ അടിപൊളിയായി. ബാക്കി ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് റോൾ ചെയ്തൊക്കെ ചെറുതൊക്കെ ചെയ്തിട്ടെങ്കിൽ പോലും നിഷ സാരംഗി ജീവിക്കായിരുന്നു, അഭിനയിക്കല്ലായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. വേറൊന്നും പറയാനില്ലല്ലോ. വേറെന്താ പറയുക? നല്ല സിനിമ, നന്നായി മനുഷ്യർക്ക് ഇരുന്ന് ആസ്വദിക്കാവുന്ന, എങ്ങനെ ഭയങ്കര കോമഡി പറ്റൊന്നുമല്ല, പക്ഷെ ജീവഗന്ധിയായ ഒരു ചിത്രം എന്നേ എനിക്ക് പറയാനില്ല. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഒരു കുടുംബ ചിത്രമാണ്. ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ്. ഇതൊരു കുട്ടികളുടെ ചിത്രമല്ല, മറിച്ച് ഒരു ഫാമിലി ചിത്രമാണ്. കുടുംബമായിട്ട് എല്ലാവർക്കും വളരെ ഇമോഷണലായിട്ട് കാണുന്ന ഒരു മൂവിയാണ്. മലയാളത്തിൻ്റെ ഒരു കൾച്ചർ തിരികെ കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയും തിയേറ്ററിൽ വിജയിക്കുമെന്നാണ് സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ പ്രതീക്ഷ. അക്ഷരം ആണ് വിദ്യാഭ്യാസം എന്നുള്ളൊരു സന്ദേശം ഈ പടം നൽകുന്നത്. അക്ഷരങ്ങളിലൂടെയാണ് മനുഷ്യരും കുട്ടികളും വളരണ്ടേ എന്നുള്ളൊരു വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാലത്തിൽ മറഞ്ഞുപോയ ഈ ആശാട്ടികളുടെ ഈ ആശാൻ്റെയും ജീവിതം പുനരുജ്ജീവിച്ചതിൽ സംവിധായകനും എഴുത്തുകാരനും നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകൾ. നല്ല പടമാണ്, കുടുംബസമേതം കാണാൻ പറ്റിയ പടമാണ്. മലയാളികൾ കണ്ടിരിക്കേണ്ട അതിഗംഭീരമായ ഗൃഹാവൃത്തം ഉണർത്തുന്ന അതിഗംഭീരമായ ഒരു പടമാണ്. വളരെ നല്ലൊരു പടം. നൊസ്റ്റാൾജിയ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അക്ഷരങ്ങൾ കുരുന്നുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കഥയാണിത്. വളരെ ഗംഭീരമായ ഒരു കഥയാണിത്. വളരെ ഗംഭീരമായി നിഷ സാരംഗ് അതിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അത് ഒരു അവാർഡിന് വരെ പരിഗണിക്കേണ്ട ഒരു പടമാണ്. ഗംഭീരമാണ്, നല്ല പടം. ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടം. എങ്ങനെയുണ്ടായിരുന്നു? ഇതൊരു കൊമേഴ്ഷ്യൽ മൂവി ആയിട്ട് കാണില്ല, പക്ഷെ നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ കാണാതെ കുറെ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു വിഷ്വൽ ഉള്ളൊരു മൂവിയാണ്. ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവിയായിട്ട് തോന്നി. ഇമോഷണൽ ആണോ വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ കരഞ്ഞു കുറച്ചായിരുന്നു. എവിടേക്കോ ഞാനൊരു നല്ല വിളിച്ചു, അതെനിക്കറിയാം. അങ്ങനെ ഒന്നാ ത്രൂ ഔട്ട് എല്ലാവർക്കും അത് എത്രത്തോളം എടുക്കാനാവുന്ന എനിക്കറിയില്ല, പക്ഷെ എനിക്കത് കൊണ്ടു കറക്റ്റായിട്ട്. എനിക്ക് സങ്കടവും വന്നു, എന്നെ കണ്ണം നിറഞ്ഞു ഞാൻ കരയുകയും ചെയ്തു. അത്ര എനിക്കറിയാം. എല്ലാവരും നന്നായിരുന്നു, എല്ലാവരും പെർഫോമൻസ് നന്നായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു വിഷ്വൽ ഒരു മൂവി കാണുന്നത്. ലൈക്ക് എ സെറ്റ് കൊമേഴ്ഷ്യൽ മൂവി അല്ല, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി. താങ്ക് യു സോ മച്ച്. സിനിമയെ പറ്റിയൊന്നും പറയാനില്ല, കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പെർഫോമൻസ് ലെവല് സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. കാരണം 8-9 വർഷം കൊണ്ട് എനിക്ക് നായിക 8-9 വർഷം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുകയല്ലേ. ഒട്ടേറെ സിനിമകളും ഡിഫറെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നിഷയുടെ ഒരു അടിപൊളി. തീർച്ചയായിട്ടും ഇമോഷണൽ സംഭവം നമ്മൾ അറിയാതെ കരഞ്ഞു. തീർച്ചയായിട്ടും കരഞ്ഞു. നമ്മളതിന് ഇൻവോൾവ്മെൻറ്റിൻ്റെ വേറെ തരത്തില്ല, അതിലോട്ട് പോയി. നമ്മളിപ്പോൾ ആർട്ടിസ്റ്റ് വൈസ് നമ്മളെപ്പോഴും അങ്ങനെയാണ് നോക്കാറ്. സിനിമ മാത്രമല്ല നമ്മളിവിടെ അഭിനയിക്കുന്ന ആൾക്ക് എങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിലോട്ടായി പോയി. നമ്മൾ അല്ലാതെ നമ്മൾ നോക്കി അഭിനയമാണ് നോക്കിയിരുന്നാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിലോട്ടായി. ഞാനിപ്പോൾ എന്താ പറയുന്നത്, എല്ലാം അടിച്ചു പൊളിച്ച് ചെയ്തിരിക്കുകയല്ലേ. അത് ഞാൻ പറഞ്ഞേ, 9 വർഷം കൂടെ ഒരുമിച്ച് അഭിനയിക്കുകയും ഒട്ടേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിനയിക്കുന്ന സിനിമകൾ ഒട്ടേറെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാൻ ഒരു ഭാഗ്യം വേണം. കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ടത് ചെയ്യുകയും വേണം. പക്ഷെ അത് 100% ചെയ്തിട്ടുണ്ട്. വളരെ പെർഫോമൻസ് ലെവൽ, കാരണം ട്രാൻസ്ഫർമേഷനുണ്ട്. വളരെ എണ്ണായിട്ട് എങ്ങനെല്ലാം ഏകദേശം മിഡ് പിന്നെ വളരെ ഓൾഡ് ഏജ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ വളരെ ട്രാൻസ്ഫർമേഷൻ കറക്റ്റായി പിടിച്ചിട്ടുണ്ട്. വളരെ നന്നായി ലയിച്ച് ചേർന്നു. പിന്നെ മനോഹരമായ സിനിമ. പക്ഷെ മാത്രമല്ല പൊളിച്ചിച്ച് എടുത്തു പറയേണ്ട ആണ്. പിന്നെ കൃഷ്ണപ്രസാദ്, ജയകൃഷ്ണനൊക്കെ വയസ്സായിട്ട് നല്ല രീതിയിൽ എല്ലാം കറക്റ്റാണ്. മാൻസർ കറക്റ്റാ പിടിച്ച് ചെയ്തിട്ടുള്ള ഫിലിമാണ്. പിന്നെ സബ്ജക്റ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്യം നിന്ന് പോയാൽ, അല്ലെങ്കിൽ നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു, നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ എൻ്റെ ജനറേഷനിലുണ്ടായിരുന്നു. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്കറിയാൻ പറ്റും. പക്ഷേ ഇതുപോലെ ഇല്ലായിരുന്നു. തറയിൽ എഴുതി പഠിപ്പിക്കുന്ന രീതിയൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ കാണാനും ആ സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ്. പക്ഷെ മനോഹരമായ പശ്ചാത്തലം. നമ്മളൊരു പഴയ ഗ്രാമം ഇഷ്ടമാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ഒരു ക്ലാസ് ഫിലിം. ഇത്ര പറയാം, ക്ലാസ് ഫിലിം. ഓക്കെ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും പെർഫോമൻസ് കിട്ടില്ല എന്ന് പറയുന്നു, എന്ത് തോന്നുന്നു?
സന്തോഷമാണ്. എനിക്കങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇങ്ങനെ നല്ലതെന്ന് പറയുമ്പോൾ പേടിയാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ഇതിൻ്റെ ഡയറക്ടർ സുരേഷ് ഉണ്ണികൃഷ്ണനോടും ശങ്കരേടനോടും കംപ്ലീറ്റ് ക്രൂവിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്രേക്ഷകർ ഇത് എടുക്കില്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ഭയങ്കര ഒരു പേടി. റോഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഏജ്ഡായ ഒരു ക്യാരക്ടറാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഞാൻ സെലക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. എന്നിലേക്ക് വന്നിട്ടായിരുന്നതാണ്. അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂസിലൊക്കെ ഡൗട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെയാണോ എനിക്ക് എൻ്റെ ഡൗട്ടാണ്. കാരണം വെച്ചാൽ അത്ര ഏജ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ടെൻഷനുണ്ട്. ഇപ്പോഴും ഉണ്ട് എൻ്റെ ടെൻഷൻ ആയിട്ടില്ല. ഇതിന് നിങ്ങൾ കണ്ടിരുന്ന പടം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പം അതുകൊണ്ട് ഞാനല്ല പറയേണ്ടത്, എഴുത്തൂല അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഇപ്പൊ സമൂഹത്തിൽ നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റി പറയുന്ന ഒരു സിനിമ ആയിരിക്കും. ശരിക്കും നമ്മുടെ തലമുറ, നിങ്ങൾക്ക് കൊച്ചുകുട്ടികളും എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഇങ്ങനത്തെ ഒരു നമ്മൾക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ അപ്പോൾ അതൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്മകളുള്ള ഒരു നല്ല പടമാണ്. നിങ്ങളൊന്നും കണ്ടില്ലേ? കാണണം, എല്ലാവരും കാണണം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ പറയുക, പരിചയമില്ലാത്ത ഒരുപാട് നന്മകളുണ്ട് നമ്മുടെ. അതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. നിശ്ചയിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ശ്യാമള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നു. നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇറക്കുന്നവരും കാണേണ്ട ഒരു സിനിമയാണ്. ഈഷ ശരിക്കും നമ്മളെ കരയിപ്പിച്ചു. കാരണം അത്രയും എന്താ പറയുക, നമ്മളുടെ മറന്നു പോകണ ഒരു സംസ്കാരം പുനർജീവിപ്പിക്കാൻ നമ്മളെ പോലെയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറ മുന്നോട്ട് വരണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ സിനിമയ്ക്ക്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല ഗ്രാമാന്തരീക്ഷമാണ്, നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും. പാട്ടും പ്രത്യേകിച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ നല്ലൊരു സിനിമ ചെയ്യുന്നത്. വലിയ പടങ്ങൾക്കിടയിൽ കുഞ്ഞൊരു സിനിമ, അത് വളരെ മനോഹരമായ ഇതിനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ഈ കുഞ്ഞു പടത്തെ നിങ്ങളെല്ലാവരും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇതുപോലെ നല്ല പടങ്ങൾ പെട്ടെന്ന് തീർന്ന് പോകാറുണ്ട്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഈ പടം കാണണം. ഈ പടത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നൊരു അഭ്യർത്ഥനയുണ്ട്. താങ്ക് യു. സിനിമയിൽ ഇഷ്ടപ്പെട്ട എല്ലാം ഓക്കെയാണ്. പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നത് പിന്നെ പാട്ട് നന്നായിട്ടുണ്ട്. മോഹൻ സീതാര സാർ ചെയ്ത പാട്ട് വളരെ നന്നായിട്ടുണ്ട്. ഇതിലൂടെ തന്നെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ട്. ചോദിച്ചോളൂ. എന്താണ് പ്രതികരണം നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്? എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതിൽ എടുത്തു പറയേണ്ടത് നിഷ സാരംഗിൻ്റെ അഭിനയം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കഥ നമ്മളൊരു കാലഘട്ടത്തിലൊക്കെ ആശാന്മാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടല്ലോ, ആശാന്മാരുടെ അടുത്തൊക്കെ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ സിനിമ ഇഷ്ടമാണ്. ആർട്ടിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സിനിമയാണല്ലോ. നമ്മൾ ഇതിനകത്ത് ഒരു എന്താ പറയുന്ന ചെലവിനൊന്നും നമ്മൾ ഒരു ഇത് ചെയ്തിട്ടില്ല. ബിക്കോസ് നല്ല രീതിയിൽ എടുക്കുക ഈ സിനിമ, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ അത് ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സ് ഈ സിനിമയ്ക്ക് കിട്ടും. ഭാഷ അറിയാത്ത ഒരു കൺട്രിയിൽ പിന്നെ സബ് ടൈറ്റിൽസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ ആ സിനിമ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് അവരൊക്കെ കണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പോൾ 8 or 10 ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സ് ഈ സിനിമയ്ക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സിനിമ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും. ഇതാണ് സ്ത്രീകൾ കണ്ടാൽ അല്ലെങ്കിൽ അതുമാതിരിയുള്ള ആൾക്കാർക്ക് കണ്ടാൽ തീർച്ചയായും ഈ സിനിമ സക്സസ്ഫുൾ ആവും.
പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, അവരൊക്കെ ഇതുപോലെ സിനിമ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളൊക്കെ സിനിമ എടുക്കുന്നത്, നമുക്ക് കമേഴ്ഷ്യൽ സിനിമ എടുക്കാം, ഈ പൈസയ്ക്ക് തന്നെ നമുക്ക് കമേഴ്ഷ്യൽ സിനിമ എടുക്കാം. പക്ഷേ അതല്ല, നല്ല സിനിമ ഉണ്ടാവും. ഉള്ളോടത്ത് നല്ലൊരു സിനിമയാണ് അതുപോലെ നല്ല സിനിമകൾ ഉണ്ടാവണം. മലയാളം എന്ന് പറയുന്ന, മലയാളത്തിലെ ഒരു കാലഘട്ടത്തിൽ എത്രയോ നല്ല നല്ല സിനിമകൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. അത് ഇപ്പം ഞാൻ അടുത്തെടുക്കുന്ന സിനിമ കമേഴ്ഷ്യലാണ്, പക്ഷെ അത് വേറൊരു സ്റ്റോറിയാണ്. അത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, എറിക് എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ഓഗസ്റ്റിൽ റിലീസാണ്. ഓക്കെ, അപ്പോൾ സിനിമയും അതുപോലെ തന്നെ ഈ സിനിമ അത് നല്ല രീതിയിലുള്ള ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം. ഓക്കെ, താങ്ക് യു.